നിങ്ങൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. എങ്കിൽ ആരെയാ ഗാഫറാക്കിയത്? കേട്ടോളൂ, ചെറിയ ആളല്ല. ഇത് ഞാനിപ്പോ കാണിക്കാൻ പോണ CD, ആ CD ഇക്കാരിറക്കിയ CD അങ്ങനെ കയ്യിലുണ്ടാവും. ഞങ്ങൾക്ക് അടുത്തിറങ്ങിയ CD അങ്ങനെ കയ്യിലുണ്ടാവും. ഒന്നും കൂടെ തപ്പി നോക്കിയാല് ഈ പറഞ്ഞ ക്ലിപ്പുണ്ടോ, അപ്പുറം കട്ടിട്ടുണ്ടോ, മോഷ്ടിച്ചിട്ടുണ്ടോ പരിശോധിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പോ കൃത്യമായി ആ CD-യിൽ സാക്ഷാൽ ഇവരുടെ പ്രസിഡന്റ്, ഇന്നും ജീവിച്ചിരിപ്പുള്ള പ്രസിഡന്റ്, ആ പ്രസിഡന്റ് കാഫറാക്കണം, പച്ചക്ക് മൈക്കിലൂടെ കാഫറാക്കാണ്. കേട്ടോളൂ ആ വാചകം. അത് ഈ ഇവരിറക്കിയ EK സുന്നികൾ തന്നെ, സമസ്തക്കാർ തന്നെ ഇറക്കിയ CD-യിൽ നിന്ന് കേട്ടോളൂ. അവർ എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്ന കമന്റ് അടക്കം അതിൽ നിന്ന് കേട്ടോളൂ. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യത്തിൽ മറുപടി പിന്നെ പറഞ്ഞു തരാം. താങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്ന് പുറത്തു പോയവരുമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ശൈഖുനാ ശംസുൽ ഉലമായെ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലോകം ഞെട്ടിത്തെറിച്ചുപോയി. ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ലാലും പ്രസിഡന്റ് അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? അതിന് ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കിന്റെ മേലാണ്. അത് ഉള്ളാൾ തങ്ങൾ ഹക്കിന്റെ മേലാണ്. ശംസുൽ ഉലമയോ പിഴച്ചുപോയി, വഖദ് കഫറ, പിഴച്ചുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മഅ്സൂഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ, എന്താണ്? മാത്രമല്ല അദ്ദേഹം ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞ ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ് പൊന്നുതങ്ങള്? ഹക്കിന്റെ ഇതിൽ പറയുമ്പോൾ ഇതിന്റെ തിക്തഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ പൊന്മളക്കാരൻ അനുയായി നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു. കേട്ടോളൂ. ഉലമാവിനെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായി പോകും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ എന്താ സംഭവിച്ചത്? എന്താ പറഞ്ഞത്? ശംസുൽ ഉലമ നമ്മുടെ നാട്ടറിയപ്പെട്ട ആളാണല്ലോ, സമസ്തക്കാരനാണല്ലോ. അദ്ദേഹം കാഫിറായി. ആരെ കുറിച്ചാ കാഫിറായി എന്ന് പറഞ്ഞത്? വലിയുൻ ആരിഫും ബില്ലാഹ് കരീമുൻ ആബിദുൽ ലില്ലാഹ് ഷഹീറുൻ ബൈന ഖൽഖില്ലാഹ് ശംസുൽ ഉലമ വലിയുല്ലാഹ്. അദ്ദേഹത്തിന്റെ മൗലിദ് കിതാബാ. അതെന്താ പറയണത്? ശംസുൽ ഉലമ വലിയാണ്, അള്ളാന്റെ വലിയാണ്. അള്ളാന്റെ വലി എന്ന് മൗലിദ് കിതാബിൽ എഴുതി വെച്ച ശംസുൽ ഉലമ കാഫറ.
കാഫറായി പോയി. ആ കഫറക്ക് ഒരുപാട് അർത്ഥമുണ്ട്. കാര്യം ഉള്ളാള് നിങ്ങൾ പറയുന്ന അർത്ഥമല്ലേ, വാക്കല്ലേ കഫറ, അതിന് ഒരുപാട് അർത്ഥമുണ്ട് എന്നാ വ്യാഖ്യാനം. ഒരുപാട് അർത്ഥമുണ്ട്, ഒരുപാട് വ്യാഖ്യാനം ഉണ്ട്. അതിനാണ് നാട്ടിക മുസ്ലിയാര് മറുപടി പറഞ്ഞത്, ഏയ് അല്ലാന്ന് കഫറ നിങ്ങൾ ഹക്കുമേലാണ്, പിന്നെ കഫറ എന്ന് പറഞ്ഞാൽ ആ കഫറയുടെ അർത്ഥം എന്താണ് തങ്ങളേന്നാ, എന്താ തങ്ങളേന്നാ. അപ്പൊ ആരാ കാഫറാക്കിയത്? ആരാണ് കാഫറാക്കിയത്? അതും ശംസുൽ വലിയുള്ള എന്ന് മൗലിക കിതാബിൽ എഴുതി വെച്ച ആള്, അയാളെ കാഫറാക്കി.